ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുകയെന്നാണ് പ്രതീക്ഷ. എല്ലാവരും സേഫ് ആയിരിക്കുക. അതേസമയം നമുക്ക് പഠിക്കാനുള്ളത് പഠിച്ചും പോകണം. നമ്മൾ PBD തുടങ്ങുമ്പോൾ ആദ്യം എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതുവരെ നമ്മൾ പഠിച്ചതെന്നുള്ള ഒരു കാര്യം നോക്കാം. ആദ്യം ഫസ്റ്റ് മൊഡ്യൂള് ഇൻട്രൊഡക്ഷനില് വേരിയസ് എക്കണോമിക് കോൺസെപ്റ്റ്സ് പഠിച്ചു. തിയറീസ് അപ്ലൈഡ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഡിമാൻഡ് തിയറി, പ്രൊഡക്ഷൻ തിയറി, കോസ്റ്റ് തിയറി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. സെക്കൻഡ് മൊഡ്യൂളില് ഡിമാൻഡ് തിയറി ആണ്. അതിലെ ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് കർവ്, റീസൺസ് ഫോർ ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ആൻഡ് എക്സെപ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അത് മെയിൻ ആയിട്ട് പഠിക്കണം. ഇലാസ്റ്റിസിറ്റി, 4 types ഓഫ് ഇലാസ്റ്റിസിറ്റീസ്: പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി. അതുപോലെ ഓരോന്നിന്റെയും മാനേജറിയൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഓൾ ഇലാസ്റ്റിസിറ്റീസ്, അതും പ്രധാനമായിട്ട് പഠിക്കണം എല്ലാവരും. പിന്നെ നമ്മള് തേർഡ് മൊഡ്യൂൾ, അത് നമ്മൾ ഇടയ്ക്കാണ് എടുത്തത്. തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോയത്. തേർഡ് മൊഡ്യൂളിൽ പ്രൊഡക്ഷൻ അനാലിസിസ് ആണ് എടുത്തത്. ഇപ്പൊ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, ലോങ് റൺ പ്രൊഡക്ഷൻ എന്താണ്, ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോ എന്താണെന്നുള്ളത് പഠിച്ചു. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഇൻ ദി ഷോർട്ട് റൺ ആൻഡ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഇൻ ദി ലോങ് റൺ. അപ്പൊ അതിനെക്കുറിച്ച്, അതിന്റെ അസംപ്ഷൻസ് എന്താണ് ആ ലോ, അതിന്റെ എക്സാമ്പിൾ ഉൾപ്പെടെ ഞാൻ എക്സാമിന് ഇട്ടതാണ്. കുറെ പേരൊക്കെ ചെയ്തിരുന്നു. പഠിക്കാത്തവര് തീർച്ചയായിട്ടും അത് പഠിക്കണം. പിന്നെ പഠിച്ചത് എക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഡിസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ ആണ്. അതും എസ്സേ ചോദിക്കുന്ന ഭാഗമാണ്. എക്കോണമീസ് ഓഫ് സ്കെയില്, ഡിസ് എക്കോണമീസ് ഓഫ് സ്കെയില്, അത്ര നമ്മള് 3 മൊഡ്യൂളിലായിട്ട് പഠിച്ച കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദെൻ അടുത്ത ഇന്നിപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് കോസ്റ്റ് അനാലിസിസ് ആണ്, 4ാമത്തെ മൊഡ്യൂള്. ഇത് ചെറിയൊരു മൊഡ്യൂളാണ്, അധികം പഠിക്കാനൊന്നുമില്ല. കോസ്റ്റ് അനാലിസിസ് ആണ്. കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് തിയറി, വൺ ഓഫ് ദി തിയറി, എക്കണോമിക് തിയറി ആണ് ആപ്ലിക്കബിൾ ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. സോ കോസ്റ്റ് അനാലിസിസിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്, അഥവാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ്. അതില് നിങ്ങൾ കുറെ പഠിച്ചിട്ടുള്ളതാണ് പ്ലസ് ടു ക്ലാസ്സസിലോ അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ടിങ്ങിലോ ഒക്കെ കേട്ടിട്ടുള്ള കുറെ കോസ്റ്റിന്റെ പേരുകളാണ് നമ്മളൊക്കെ അതിൽ പഠിക്കാനുള്ളത്. അതില് ആദ്യമായിട്ട് തന്നെ വരുന്നത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ് ഫോർ എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി, whereas variable cost varies according to the level of production. നമുക്ക് അറിയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഫിക്സഡ് കോസ്റ്റിന് റെന്റ് ഫോർ ബിൽഡിംഗ്, റെന്റ് ഇപ്പൊ 10,000 ആണ് മന്ത്ലി റെന്റ് എങ്കിൽ we have to pay 10,000 in every month. So it is 10,000 is fixed. Whether there is production or not, we have to pay 10,000 to the owner of that building. അപ്പോൾ അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. Variable cost means that varies according to the level of production ആണ്. Say 5,000 units ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5,000 യൂണിറ്റ്സിന്റെ ചെലവ് മതി. ദാറ്റ് ഈസ് വേരിയബിൾ. അതിന് എക്സാമ്പിൾ ആണ് മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, വേണ്ടുന്ന ലേബറിന് വരുന്ന ചെലവ്, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ എക്സ്പെൻസ് ഉണ്ടാവുന്നത് പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമാണ്. 5,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ വേണം. 5,500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വേരിയബിൾ കോസ്റ്റ് അതിനനുസരിച്ച് കൂടും. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ്. അങ്ങനെയാണ്, നിങ്ങൾ അറിയാവുന്നതാണ്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ഔട്ട്ലേ കോസ്റ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ഔട്ട്ലേ കോസ്റ്റ് നിങ്ങൾ അതിന് കേട്ടിട്ടുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഓർ ഇറ്റ് ഈസ് ദ സാക്രിഫൈസ് കോസ്റ്റ് ആണ്. നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ഒക്കെ നമ്മൾ പലതവണ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഓപ്പർച്യൂണിറ്റി, കോസ്റ്റ് ഓഫ് ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്.
Then രണ്ടാമത് വരുന്നത് outlay cost ആണ്. That is actually expended ആയിട്ടുള്ള cost ആണ് outlay cost എന്ന് പറയുന്നത്. മറ്റേത് cost of lost opportunity ആണെങ്കിൽ ഇത് cost of actually എന്താണോ ചെലവായത് അതിനെയാണ് outlay cost എന്ന് പറയുന്നത്. outlay cost. Then short term and long term cost ആണ് അടുത്തത്. short term cost and long term cost. short term cost, that is cost incurred for short term. As its name indicates, long term means cost incurred for long term. നമുക്ക് അറിയാവുന്ന നമ്മൾ ഒരു മുമ്പും ഷോർട്ട് ടേം ലോങ് ടേം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. That is another concept, short term and long term cost. Then next is explicit cost and implicit cost. Explicit cost are contractual or cash payments to factors of production ആണ്. അതായത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടുന്ന കോസ്റ്റ് ആണ്. അതിന് എക്സാമ്പിൾ പേയ്മെന്റ് ഓഫ് റെന്റ്, വേജസ്, സാലറീസ്, ഇൻട്രസ്റ്റ് എല്ലാം കൊടുക്കുന്നത് ആക്ച്വലി നമ്മൾ പേ ചെയ്യുന്നതെല്ലാം എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകളാണ്. സോ അപ്പൊ എന്താണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ, implicit cost or imputed cost are non-contractual or therefore they do not involve any cash payments. They do not involve any cash payments. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് ഓൺ ബിൽഡിംഗ്. ഇപ്പോ ഓണറുടെ തന്നെ സ്വന്തം കെട്ടിടമാണെങ്കിൽ അതിന് വാടക കൊടുക്കണ്ട. അപ്പോ അതിന് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയും. സോ കോസ്റ്റ് ഓഫ് റെന്റ്, അഥവാ നമ്മൾ വാടകയ്ക്ക് എടുക്കുമായിരുന്നെങ്കിലോ നമ്മൾ അതിന്റെ റെന്റ് കൊടുക്കണം. പക്ഷെ ഇവിടെ കൊടുക്കണ്ട. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് അഥവാ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയും. അത് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു കോസ്റ്റ് ആണ്. സോ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പേ ചെയ്യുന്നത്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പേ ചെയ്യുന്നില്ല, ബട്ട് വി കൺസിഡർ ഇറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതാണ് സോ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ് ആണ്. സോ പാസ്റ്റ് കഴിഞ്ഞു പോയതാണ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയാണ്, അത് നിങ്ങൾക്ക് അറിയാം. സോ പാസ്റ്റ് കോസ്റ്റ് ഈസ് ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ്. സോ ഫ്യൂച്ചർ കോസ്റ്റ് ഈസ് estimated cost that are expected to be incurred in the future. Expected cost that is that may incur in the future. So that is future cost. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. പാസ്റ്റ് ഈസ് ഓൾറെഡി ഇൻകേർഡ് ആണ്, ഫ്യൂച്ചർ വരാൻ പോകുന്നതാണ്. സോ ദാറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് എക്കണോമിക് കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ്. എക്കണോമിക് കോസ്റ്റും അക്കൗണ്ടിങ് കോസ്റ്റും നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടാവും. എക്കണോമിക്സും അക്കൗണ്ടിങ്ങും രണ്ടും രണ്ടാണ്. അക്കൗണ്ടിങ് നിങ്ങൾ ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട്, ഇപ്പോൾ P&L അക്കൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ് ആണ് അല്ലെ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിങ്ങൾ P&L അക്കൗണ്ട് ചെയ്യുന്നു. ടു സാലറീസ് എന്നെഴുതുന്നത് സാലറീസ് ഓൾറെഡി പെയ്ഡ് ആണ്. ടു റെന്റ് ഓൾറെഡി പെയ്ഡ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ടേക്കൺ ഓർ കൺസിഡേർഡ് ബൈ ആൻ അക്കൗണ്ടന്റ് ആണ്. അത് ഡിഫറെന്റ് ആണ്. അക്കൗണ്ടന്റ് എടുക്കുന്നതും എക്കണോമിസ്റ്റ് കൺസിഡർ ചെയ്യുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. സോ ദാറ്റ് ഈസ് അക്കൗണ്ടിങ് കോസ്റ്റ്. എക്കണോമിക് കോസ്റ്റ്, ദ കോസ്റ്റ് കൺസിഡേർഡ് ബൈ എക്കണോമിസ്റ്റുകൾ കൺസിഡർ ചെയ്യുന്ന കോസ്റ്റ് ആണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ബോത്ത് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. നമ്മൾ മോളിൽ പറഞ്ഞു ഇംപ്ലിസിറ്റ് കോസ്റ്റും എക്സ്പ്ലിസിറ്റ് കോസ്റ്റും. സോ അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എക്കണോമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഉണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റും നമ്മൾ എക്കണോമിസ്റ്റുകൾ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. സോ എക്കണോമിക് കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഈസ് മച്ച് മോർ ബ്രോഡർ ദാൻ ദി അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്. സോ ഏതാ കൂടുതൽ വൈഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സ് ഉള്ള എക്കണോമിസ്റ്റുകൾ കൺസിഡർ ചെയ്യുന്ന കോസ്റ്റ് ആണ് മോർ ബ്രോഡർ ദാൻ ദി അക്കൗണ്ടിങ് കോസ്റ്റ്. സോ അത് ക്ലിയർ ആയല്ലോ. എത്രയാണ്? 6 കാര്യങ്ങള്. ദെൻ 6 ടൈപ്സ് ആയി. ദെൻ അടുത്തത് വരുന്നത് സോ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ഔട്ട്ലേ കോസ്റ്റ്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോസ്റ്റ്, explicit cost and implicit cost,
past and future cost, economic cost and account. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ 6 ടൈപ്സ് പറഞ്ഞു. ഏഴാമത്തത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആൻഡ് ബുക്ക് കോസ്റ്റ് ആണ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആൻഡ് ബുക്ക് കോസ്റ്റ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കോസ്റ്റ്. അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും പുറത്തു പോകുന്ന കോസ്റ്റ്. ദാറ്റ് മീൻസ് ഓൾറെഡി ഓർ വി ഹാവ് ടു പേ, പൈസ കൊടുക്കണം, അതിനെയാണ് പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബുക്ക് കോസ്റ്റ് മീൻസ് ദാറ്റ് can be seen only in the books. The cost that can be seen only in the books, that is called a book cost. For example, salary of the proprietor, that is salary of the proprietor എന്നുവെച്ചാൽ അയാൾക്ക് സാലറി പ്രൊപ്പറൈറ്റർക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. ചിലപ്പോൾ അയാൾ മേടിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അത് ബുക്കിൽ കാണിക്കും. അതിനെയാണ് ബുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റെന്റ് ഓൺ ബിൽഡിംഗ്, നേരത്തെ പറഞ്ഞ റെന്റ് ഓൺ ബിൽഡിംഗ്, സ്വന്തം ബിൽഡിങ്ങിന് കൊടുക്കേണ്ടി വരുന്ന റെന്റ് ബുക്ക് കോസ്റ്റ് ആണ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആൻഡ് ബുക്ക് കോസ്റ്റ്. ഇൻക്രിമെന്റൽ കോസ്റ്റ് ആൻഡ് സങ്ക് കോസ്റ്റ്. ഇൻക്രിമെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് it is actually the increase in total cost as a result in the change of the level of production. Say 5,000 units produce ചെയ്യുമ്പോൾ 50,000 rupees ചെലവായി കോസ്റ്റ് ആയെന്ന് വിചാരിക്കാം. ലെവൽ ഓഫ് ആക്ടിവിറ്റി 5,000 എന്നുള്ളത് 5,500 ആയിട്ട് വർദ്ധിച്ചു. So total cost also increased from 50,000 to 55,000. That's the case of incremental cost. Then sunk cost എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓൾറെഡി ഇൻകേർഡ് ആണ്. സിങ്ക് എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ കോസ്റ്റ് ആണ്. സങ്ക് ദാറ്റ് ഈസ് ഓൾറെഡി മുങ്ങിയ കോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഓൾറെഡി ചെലവായതാണ്. ബേസ്ഡ് ഓൺ ദി ഓർ ബിക്കോസ് ഓഫ് എ ഡിസിഷൻ. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ അഡ്വർടൈസ്മെന്റ് നടത്തി, ഹ്യൂജ് എക്സ്പെൻഡിച്ചർ അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു. ദാറ്റ് ഈസ് ഓൾറെഡി ഇൻകേർഡ് ആണ്. അതിനെ ഇനി ചെലവഴിക്കണ്ട എന്ന് പിന്നീട് വിചാരിച്ചിട്ട് കാര്യമില്ല. ദാറ്റ് ഈസ് ഓൾറെഡി ചെലവഴിച്ച് കഴിഞ്ഞ കോസ്റ്റ് ആണ്. അതിനെയാണ് സങ്ക് ആണ്. ഓൾറെഡി ചെലവഴിച്ച കോസ്റ്റുകളാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ടൈപ്പ് കോസ്റ്റ് ആണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. Then avoidable and unavoidable cost. അവോയ്ഡബിൾ കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, അവോയ്ഡബിൾ ആണ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണ് അവോയ്ഡബിൾ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വേരിയബിൾ കോസ്റ്റുകളെല്ലാം അവോയ്ഡബിൾ കോസ്റ്റ് ആണ്. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. പക്ഷെ അൺഅവോയ്ഡബിൾ കോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വി കനോട്ട് അവോയ്ഡ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, റെന്റ് കൊടുക്കേണ്ടത്, നമ്മൾ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും റെന്റ് കൊടുക്കണം. സോ ദാറ്റ് ഈസ് അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആണ്. ഓക്കെ. ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ദാറ്റ് ഈസ് ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ് ആണ്. ഇൻകേർഡ് കോസ്റ്റ് ആണ്, ദാറ്റ് ഈസ് ഹിസ്റ്ററി ആയി പോയതാണ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റീപ്ലേസിങ് ആൻ അസറ്റ് ആണ്. സോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എന്താ ഇങ്ങനെ പറയുന്ന എല്ലാ കോസ്റ്റുകളും നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടാണല്ലോ പറഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, അതുകൊണ്ടാണ്. So historical cost and replacement cost. Historical cost, that is already, for example, we purchased a machinery 10 years back for rupees 10,000. That is a historical cost. In the past 10 years back, we incurred
cost of rupees 10,000. And the replacement cost is cost of replacing that asset at present. Currently we have to pay additional expense. For example, maybe 90,000. റീപ്ലേസ്മെന്റ് കോസ്റ്റ് അത് ആ അസറ്റ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇപ്പം 90,000 കൊടുക്കണം. ദാറ്റ് ഈസ് കോൾഡ് റീപ്ലേസ്മെന്റ്. Then last is shutdown cost and abandonment cost. Shutdown cost and abandonment cost. Shutdown cost means the cost incurred even if the business is shut down for a temporary period. For example, നമ്മളിപ്പോ ലോക്ക്ഡൌണിലാണ്, ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കാണ്, പക്ഷെ അവിടെയുള്ളവർക്ക് ശമ്പളം കൊടുക്കണം എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ശമ്പളം കൊടുക്കണം, അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് അതിനെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അവർക്ക് ശമ്പളം കൊടുക്കണം, മറ്റുള്ള ചെലവുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിനായിട്ട് ഇതാണ്, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. അത് ഷട്ട് ഡൗൺ കോസ്റ്റ് ആണ്. ഈവൻ ഇഫ് ദ ബിസിനസ് ഈസ് ഷട്ട് ഡൗൺ, വി ഹാവ് ടു ഇൻകർ ദാറ്റ് ഷട്ട് ഡൗൺ കോസ്റ്റ്. അബാൻഡൻമെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് അബാൻഡനിങ് എ ബിസിനസ്. അബാൻഡൻമെന്റ് ഉപേക്ഷിക്കുക, വേണ്ടാന്ന് വെക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. So abandonment cost of an asset at the time of the completion of business activities, we have to incur some cost for abandoning that particular business. ഇത് സാധാരണ ഈ ടേം ഉപയോഗിക്കുന്നത് മൈനിങ്, ക്വാറിയിങ്ങില്, ഓയിൽ എക്സ്ട്രാക്ഷൻ അതിലൊക്കെയാണ്. ആ ഇതിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ അതിനൊരു ചെലവുണ്ട്. നമുക്ക് ഒരു വണ്ടി വേണ്ടാന്ന് വെക്കണമെങ്കിൽ അതിന് പെർമിഷൻ ഒക്കെ മേടിച്ചിട്ട് വേണം, അപ്പൊ അതിനൊരു ചെലവുണ്ട്. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ ആ ബിസിനസ് വേണ്ടാന്ന് വെക്കുന്നതിന്, ഉപേക്ഷിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവുകളാണ് അബാൻഡൻമെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പൊ എടുക്കുന്നുള്ളൂ. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഒരു ക്ലാസ്സിലും കൂടെ വേണ്ടി വരും. കോസ്റ്റ് അനാലിസിസ് ചെറിയൊരു മൊഡ്യൂളാണ്. ഇനിയിപ്പം ഈ ഡിറ്റർമിനൻസ് ഓഫ് കോസ്റ്റ്, പിന്നെ കോസ്റ്റ്, ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ, ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ, പിന്നെ എന്താണ് ഒപ്റ്റിമം കോസ്റ്റ്, ഒപ്റ്റിമം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് അടുത്തൊരു ഭാഗത്ത് എടുക്കാനുള്ളത്. ഇതിൽ ഞാൻ ഇത്രയും കാര്യങ്ങളെ എടുക്കുന്നുള്ളൂ. നമ്മൾ ഇന്നിപ്പോ പഠിച്ചത് എന്തൊക്കെയാണ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തേ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മള് ആദ്യം ഒരു കോസ്റ്റിന്റെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് പഠിക്കണം. ടെക്സ്റ്റിലുണ്ട് കോസ്റ്റ് എന്താണ് എന്നുള്ളത്. പിന്നെ ഉള്ളത് ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞ, ഓർ ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ഓഫ് കോസ്റ്റ്. അതില് നമ്മൾ 11 ടൈപ്സ് പഠിച്ചു. ശരിക്കും 11 അല്ല, നമ്മൾ 11x2 22 ടൈപ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ പഠിച്ചു. ആദ്യം തുടക്കം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വന്നു? ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്, opportunity cost and outlay cost, short term and long term cost, explicit and implicit cost, past and future cost, economic cost and accounting cost, out of pocket cost and book cost, incremental and sunk cost, avoidable and unavoidable cost, historical and replacement cost, shutdown cost and abandonment cost. ഇത്രയും ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഏതായാലും ഇതിൽ ഞാനിപ്പോ ഇത്ര എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പഠിച്ച് നമുക്ക് ഇതിനൊക്കെ ശേഷം പറ്റുവാണെങ്കിൽ ഒരു ചെറിയ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസും കൂടെ, ഓരോ മൊഡ്യൂളിനും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസും കൂടെ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ഓരോന്നും ഓരോ, ഈ ലോക്ക്ഡൌണും നമുക്കൊരു അവസരമായി കണ്ടുകൊണ്ട്, ഇപ്പോ ഇന്നലത്തെ പത്രത്തിൽ കണ്ടു, എക്സാംസ് ഒക്കെ രാവിലെയും വൈകിട്ടുമായിട്ടും കൂടെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടൈം തീരെ കിട്ടില്ല. നിങ്ങൾ പഠിച്ച് റെഡി ആയി ഇരുന്നോണം. പരീക്ഷ എപ്പോ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് കേട്ടോ. അപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോൾ അപ്പൊ തന്നെ ഇത് പഠിക്കുക. എല്ലാവരും ലോക്ക്ഡൌൺ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്. Okay.